പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ആരുടെ വാക്കുകൾ? ഉത്തരം എലിശബത്തിൻ്റെ. ലൂക്കോസ് 1:42. ക്വസ്റ്റ്യൻ: യേശു ജനിച്ച സദ്വാർത്ത ആദ്യം അറിഞ്ഞത് ആര്? ഉത്തരം ഇടയന്മാർ. ലൂക്കോസ് 2:8-10 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഇടയന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടത് ആരാണ്? ഉത്തരം കേട്ടവർ എല്ലാവരും. 2:18. ക്വസ്റ്റ്യൻ: യേശു കുഞ്ഞിനെ കർത്താവിന് അർപ്പിപ്പാൻ എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം യെരുശലേമിലേക്ക്. 2:24. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ വചനങ്ങൾ എങ്ങനെയുള്ളതാകൊണ്ടാണ് ജനമെല്ലാം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചത്? ഉത്തരം അധികാരത്തോടെ. 4:32. ക്വസ്റ്റ്യൻ: ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ട് ജനത്തെ സൗഖ്യമാക്കിയതുകൊണ്ട് കൂടി വന്നവരെല്ലാം എന്തിനാണ് ശ്രമിച്ചത്? ഉത്തരം യേശുവിനെ തൊടുവാൻ. 6:19. ക്വസ്റ്റ്യൻ: മിന്നൽ പോലെ ആകാശത്ത് നിന്നും വീഴുന്നതായി യേശു കണ്ടത് ആരെ? ഉത്തരം സാത്താനെ. 10:18. ക്വസ്റ്റ്യൻ: 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം പേരെ യേശു പരിപോഷിപ്പിച്ചപ്പോൾ ഒരു പന്തിയിലുണ്ടായിരുന്നവരുടെ എണ്ണം എത്ര? ഉത്തരം 50. 9:14. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് എന്താണ്? ഉത്തരം ദൈവരാജ്യം. 11:20. ക്വസ്റ്റ്യൻ: പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളയുന്നതാരാണ്? ഉത്തരം ന്യായശാസ്ത്രിമാർ. 11:52. ക്വസ്റ്റ്യൻ: യേശു ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ തന്നെ കണ്ട് കവിണ്ണു വീണ് അപേക്ഷിച്ചതാര്? ഉത്തരം ഒരു കുഷ്ഠരോഗി. 5:12. ക്വസ്റ്റ്യൻ: നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്ര കരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ എന്തു കൊടുപ്പാനായിട്ടാണ് അവന് മുമ്പായി നടക്കുന്നത്? ഉത്തരം രക്ഷാപരിജ്ഞാനം. 1:77. ക്വസ്റ്റ്യൻ: സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി കളഞ്ഞതാര്? ഉത്തരം പരീശന്മാരും ന്യായശാസ്ത്രിമാരും. 7:30. ക്വസ്റ്റ്യൻ: പെരുമഴ വരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്ങനെ? ഉത്തരം പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ. 12:54. ക്വസ്റ്റ്യൻ: എവിടെയുള്ളവരാണ് കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് ഹൃദയത്തിലുള്ള വചനം എടുത്തു കളയുന്നു? ഉത്തരം വഴിയരികെയുള്ളവർ. 8:12. ക്വസ്റ്റ്യൻ: യേശുവിനെ വാക്കിൽ പിടിക്കേണ്ടതിന് നീതിമാന്മാർ എന്ന് നടിക്കുന്ന ആരെയാണ് അയച്ചത്? ഉത്തരം ഒറ്റുകാരെ. 20:20. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പായത് മനുഷ്യരുടെ മുമ്പിൽ എന്താകുന്നു? ഉത്തരം ഉന്നതമാകുന്നു. 16:15. ക്വസ്റ്റ്യൻ: ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാനെന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ. 14:15. ക്വസ്റ്റ്യൻ: യഹൂദന്മാരുടെ യാഗങ്ങളിൽ ചില ഗലീലക്കാരുടെ ചോര കലർത്തിയതാര്? ഉത്തരം പീലാത്തോസ്. 13:1. ക്വസ്റ്റ്യൻ: യേശു ശിഷ്യന്മാരെ എവിടെ കൂട്ടിക്കൊണ്ടുപോയി എങ്ങനെ അനുഗ്രഹിച്ചു? ഉത്തരം ബഥാന്യ. കൈ ഉയർത്തി. 24:50.
ക്വസ്റ്റ്യൻ, ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത എന്താണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്? ഉത്തരം, വാക്കും ജ്ഞാനവും. 21:15. ക്വസ്റ്റ്യൻ, യൂദായിൽ സാത്താൻ പ്രവേശിച്ചപ്പോൾ യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള വഴിയെക്കുറിച്ച് യൂദ സംസാരിച്ചത് ആരോടെല്ലാം? ഉത്തരം, മഹാപുരോഹിതന്മാർ, പടനായകന്മാർ. 22:3. ക്വസ്റ്റ്യൻ, യേശുവിനെ ആരാണ് തൻ്റെ പടയാളികളുമായി പരിഹസിച്ച് നിസ്സാരനാക്കിയത്? ഉത്തരം, ഹെരോദാവ്. 23:11. ക്വസ്റ്റ്യൻ, കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ജാതികൾക്കുണ്ടാകുന്നതെന്താണ്? ഉത്തരം, നിരാശയോടു കൂടിയ പരിഭ്രമം. 21:25. ക്വസ്റ്റ്യൻ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചതാര്? ഉത്തരം, സക്കായി. 19:3. ക്വസ്റ്റ്യൻ, ആരാണ് ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെയിരിക്കുന്നത്? ഉത്തരം, ബലവാൻ. 11:21. ക്വസ്റ്റ്യൻ, ഇടയന്മാർ പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചതാര്? ഉത്തരം, മറിയ. 2:19. ക്വസ്റ്റ്യൻ, നിലയങ്കികളോട് കൂടെ നടപ്പാൻ ആഗ്രഹിക്കുന്നതാര്? ഉത്തരം, ശാസ്ത്രിമാർ. 20:46. ക്വസ്റ്റ്യൻ, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ കർത്താവ് എന്തു ചെയ്യുന്നു? ഉത്തരം, ചിതറിക്കുന്നു. 1:51. ക്വസ്റ്റ്യൻ, ആരുടെ പുനരുത്ഥാനത്തിലാണ് പ്രത്യുപകാരമുണ്ടാകുന്നത്? ഉത്തരം, നീതിമാൻ. 14:14. ക്വസ്റ്റ്യൻ, യേശുവിനെ കാണാൻ വളരെ കാലമായി ആഗ്രഹിക്കുകയും കണ്ടപ്പോൾ അത്യന്തം സന്തോഷിക്കുകയും ചെയ്തതാര്? ഉത്തരം, ഹെരോദാവ്. 23:8. ക്വസ്റ്റ്യൻ, ആരുമായി അധികാരിയുടെ അടുക്കൽ പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് നിരന്നു കൊള്ളേണ്ടത്? ഉത്തരം, പ്രതിയോഗി. 12:58. ക്വസ്റ്റ്യൻ, ജാതികളുടെ കാലം തികയുവോളം യെരുശലേമിനെ ചവിട്ടിക്കളയുന്നതാര്? ഉത്തരം, ജാതികൾ. 21:24. ക്വസ്റ്റ്യൻ, അനീതിയുള്ള മാമോനെക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടതാരെ? ഉത്തരം, സ്നേഹിതന്മാർ. 16:9. ക്വസ്റ്റ്യൻ, യേശു ശിഷ്യന്മാരെ അനുഗ്രഹിച്ച ശേഷം അവർ എങ്ങനെയാണ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയത്? ഉത്തരം, മഹാസന്തോഷത്തോടെ. 24:52. ക്വസ്റ്റ്യൻ, പിശാച് കുറച്ചു കാലത്തേക്ക് യേശുവിനെ വിട്ടു മാറിയതെന്തുകൊണ്ട്? ഉത്തരം, സകല പരീക്ഷയും തികച്ചതിനാൽ. 4:13. ക്വസ്റ്റ്യൻ, എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് എന്ത് കണ്ടുവെന്നാണ് പറഞ്ഞത്? ഉത്തരം, അപൂർവ കാര്യങ്ങളെ. 5:26. ക്വസ്റ്റ്യൻ, ഈ ലോകത്തിൻ്റെ മക്കൾ അവരുടെ തലമുറയിൽ ആരെക്കാളും ബുദ്ധിയുള്ളവരാണ്? ഉത്തരം, വെളിച്ച മക്കളെക്കാളും. 16:8. ക്വസ്റ്റ്യൻ, യേശു തൻ്റെ ശിഷ്യന്മാരിൽ ആരെയെല്ലാമാണ് പെസഹായ ഒരുക്കുവാൻ പറഞ്ഞയച്ചത്? ഉത്തരം, പത്രോസ്, യോഹന്നാൻ. 22:7-8. ക്വസ്റ്റ്യൻ, നീതിമാന്മാരുടെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാരെയാണ്? ഉത്തരം, വഴങ്ങാത്തവരെ. 1:17. ക്വസ്റ്റ്യൻ, സക്കര്യാവ് വിവാഹം കഴിച്ചിരുന്നത് ആരുടെ മകളെയാണ്? അവളുടെ പേരെന്താണ്?
ഉത്തരം അഹരോൻ്റെ. എലിശബത്ത് 1:5. ക്വസ്റ്റ്യൻ: പരീശന്മാരുടെ പുളിച്ച മാവ് എന്താണ്? ഉത്തരം കപടഭക്തി 12:1. ക്വസ്റ്റ്യൻ: യേശുവിനെ ക്രൂശിച്ച ശേഷം എത്ര മണിയായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി? ഉത്തരം ഏകദേശം 6 മണി 23:44. ക്വസ്റ്റ്യൻ: ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ എവിടെ ഇരിക്കാൻ പാടില്ല എന്നാണ് യേശു പഠിപ്പിച്ചത്? ഉത്തരം മുഖ്യാസനത്തിൽ 14:8. ക്വസ്റ്റ്യൻ: നിലയങ്കികളോടെ നടപ്പാൻ ഇച്ഛിക്കുന്നത് ആര്? ഉത്തരം ശാസ്ത്രിമാർ 20:46. ക്വസ്റ്റ്യൻ: ഏത് പട്ടണങ്ങളുടെ നടുവിൽ കൂടി യേശു കടക്കുമ്പോഴാണ് കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടത്? ഉത്തരം ശമര്യയ്ക്കും ഗലീലയ്ക്കും 17:11. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ എന്താണ് എളുപ്പം? ഉത്തരം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് 16:17. ക്വസ്റ്റ്യൻ: ഒരു സ്ത്രീ എത്ര പറ മാവിലാണ് പുളിച്ച മാവ് ചേർത്ത് അടക്കി വച്ചത്? ഉത്തരം 3 പറ മാവ് 13:21. ക്വസ്റ്റ്യൻ: മിന്നുന്ന വസ്ത്രം ധരിച്ച എത്ര പുരുഷന്മാരെയാണ് യേശുവിൻ്റെ കല്ലറയ്ക്കരികിൽ കണ്ടത്? ഉത്തരം 2 പുരുഷന്മാർ 24:4. ക്വസ്റ്റ്യൻ: ഏത് സ്ഥലത്തെ ഗോപുരം വീണാണ് 18 പേര് മരിച്ചത്? ഉത്തരം ഷീലോഹാമിലെ 13:4. ക്വസ്റ്റ്യൻ: അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു. ആര് അടയാളം ചെയ്യുന്നത്? ഉത്തരം ഹെരോദാവ്. യേശു അടയാളം ചെയ്യുന്നത് 23:8. ക്വസ്റ്റ്യൻ: യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ദൂരം? ഉത്തരം 7 നാഴിക 24:13. ക്വസ്റ്റ്യൻ: പെസഹ കഴിപ്പാൻ ശിഷ്യന്മാർ തെരഞ്ഞെടുത്ത സ്ഥലം? ഉത്തരം വിരിച്ചൊരുക്കിയൊരു വൻ മാളിക 22:12. ക്വസ്റ്റ്യൻ: മുമ്പേ തമ്മിൽ പിണങ്ങിയിരുന്നവരും യേശുവിൻ്റെ കാര്യത്തിൽ സ്നേഹിതന്മാർ ആയവരും ആര്? ഉത്തരം ഹെരോദാവും പീലാത്തോസും 23:12. ക്വസ്റ്റ്യൻ: യേശു കയറിയ കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്ത്? ഉത്തരം ആരും ഒരു നാളും കയറിയിട്ടില്ലാത്തത് 19:30. ക്വസ്റ്റ്യൻ: ഇടുക്കുവാതിലിലൂടെ കടപ്പാൻ എന്ത് ചെയ്യണം? ഉത്തരം പോരാടണം 13:24. ക്വസ്റ്റ്യൻ: ആരാണ് യേശുവിന് വേണ്ടി വലിയ വിരുന്ന് ഒരുക്കിയത്? ഉത്തരം ലേവി 5:29. ക്വസ്റ്റ്യൻ: ആരാണ് ശബത്തിന് കർത്താവ്? ഉത്തരം മനുഷ്യപുത്രൻ 6:5. ക്വസ്റ്റ്യൻ: കഫർനഹൂമിൽ ഉണ്ടായിരുന്ന പഴഞ്ചൊല്ല്? ഉത്തരം വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക 4:23. ക്വസ്റ്റ്യൻ: യേശു പള്ളിയിൽ വായിച്ച പുസ്തകം? ഉത്തരം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 4:17. ക്വസ്റ്റ്യൻ: എന്താണ് പുരമുകളിൽ ഘോഷിക്കുന്നത്? ഉത്തരം അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് 12:3. ക്വസ്റ്റ്യൻ: തേരഹിൻ്റെ പിതാവ്? ഉത്തരം നാഹോർ 3:34. ക്വസ്റ്റ്യൻ: തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ്?
ഉത്തരം ജ്ഞാനം 7:35. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ എങ്ങനെയുള്ളത് ആയിരുന്നു? ഉത്തരം ലാവണ്യ വാക്കുകൾ 4:22. ക്വസ്റ്റ്യൻ: ലൂസന്യാസ് എന്ന ഇടപ്രഭുവാണ സ്ഥലം? ഉത്തരം അബിലേന 3:1. ക്വസ്റ്റ്യൻ: ഹെരോദാവിൻ്റെ കാര്യവിചാരകൻ? ഉത്തരം കൂസ 8:3. ക്വസ്റ്റ്യൻ: ഹന്നായുടെ പിതാവ്? ഉത്തരം ഫനുവേൽ 2:36. ക്വസ്റ്റ്യൻ: എന്ത് കണ്ടാലാണ് അത്യുഷ്ണം ഉണ്ടാകുമെന്ന് പറയുന്നത്? ഉത്തരം തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാൽ 12:55. ക്വസ്റ്റ്യൻ: ദോഷമുള്ള തലമുറയ്ക്ക് കൊടുക്കുന്ന അടയാളം? ഉത്തരം യോനായുടെ അടയാളം 11:29. ക്വസ്റ്റ്യൻ: യേശു പ്രാർത്ഥിക്കാൻ മലയിൽ കയറിയപ്പോൾ ആരെയൊക്കെയാണ് കൂടെ കൂട്ടിയത്? ഉത്തരം പത്രോസ്, യോഹന്നാൻ, യാക്കോബ് 9:28. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ ഉയർപ്പ് വെറും കഥ പോലെ തോന്നിയതാർക്ക്? ഉത്തരം അപ്പോസ്തലന്മാർക്ക് 24:11. ക്വസ്റ്റ്യൻ: സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഉത്തരം അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു 21:20. ക്വസ്റ്റ്യൻ: ക്ഷമ കൊണ്ട് നേടുന്നത് എന്ത്? ഉത്തരം പ്രാണനെ 21:19. ക്വസ്റ്റ്യൻ: ഒരു റാത്തൽ കിട്ടിയവൻ അത് എന്തു ചെയ്തു? ഉത്തരം ഒരു ഉറുമാലിൽ കെട്ടിവെച്ചു 19:20. ക്വസ്റ്റ്യൻ: ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ആരാണ് ഒരു പട്ടണത്തിലുണ്ടായിരുന്നത്? ഉത്തരം ഒരു ന്യായാധിപൻ 18:2. ക്വസ്റ്റ്യൻ: സൗഖ്യമായ 10 കുഷ്ഠരോഗികളിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് കവിണ്ണു വീണ് നന്ദി പറഞ്ഞവൻ? ഉത്തരം ഒരു ശമര്യക്കാരൻ 17:16. ക്വസ്റ്റ്യൻ: കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും എന്ന് ആര് എന്തിനെക്കുറിച്ച് പറഞ്ഞു? ഉത്തരം യേശു യെരുശലേം ദേവാലയത്തെക്കുറിച്ച് 19:44. ക്വസ്റ്റ്യൻ: നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ ആരുടെ നാളിലും ഉണ്ടാകും? ഉത്തരം മനുഷ്യപുത്രൻ്റെ 17:26. ക്വസ്റ്റ്യൻ: ആരുടെ ഭാര്യയെ ഓർത്തുകൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നു? ഉത്തരം ലോത്തിൻ്റെ 17:32. ക്വസ്റ്റ്യൻ: ധനവാനായ മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരുന്നു? ഉത്തരം ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ 16:19. ക്വസ്റ്റ്യൻ: ധനവാന് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 5 16:28. ക്വസ്റ്റ്യൻ: നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിൻ്റേത് ആകുന്നു എന്ന് അപ്പൻ പറഞ്ഞതാരോട്? ഉത്തരം മൂത്ത മകനോട് 15:31. ക്വസ്റ്റ്യൻ: ആകെയുള്ള 10 ദ്രഹ്മയിൽ എത്ര എണ്ണമാണ് കാണാതെ പോയത്? ഉത്തരം 1 ദ്രഹ്മ 15:8. ക്വസ്റ്റ്യൻ: മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് വ്യക്തമാക്കുവാൻ യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം കാണാതെ പോയ ആടിൻ്റെ ഉപമ 15:8 മുതൽ 10 വരെ.
ക്വസ്റ്റ്യൻ: കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ പ്രകാശിതമായിരിക്കുന്നതെന്ത്? ഉത്തരം: ശരീരം മുഴുവൻ. 11:34. ക്വസ്റ്റ്യൻ: ഗലീലയ്ക്ക് നേരെയുള്ള ദേശം ഏത്? ഉത്തരം: ഗെരസേന്യ ദേശം. 8:26. ക്വസ്റ്റ്യൻ: അൽഫായിയുടെ മകൻ്റെ പേരെന്ത്? ഉത്തരം: യാക്കോബ്. 6:15. ക്വസ്റ്റ്യൻ: വൃക്ഷത്തെ എന്തുകൊണ്ട് തിരിച്ചറിയാം? ഉത്തരം: ഫലം കൊണ്ട്. 6:44. ക്വസ്റ്റ്യൻ: സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ആരേക്കാൾ വലിയവൻ ആരുമില്ലെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: യോഹന്നാൻ സ്നാപകൻ. 7:28. ക്വസ്റ്റ്യൻ: ശിഷ്യന്മാരിൽ നിന്നും യേശു 12 പേരെ തെരഞ്ഞെടുത്ത് അവരെ എന്തു പേര് വിളിച്ചു? ഉത്തരം: അപ്പോസ്തലന്മാർ. 6:23. ക്വസ്റ്റ്യൻ: വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് യേശുവിനോട് ആളയച്ച് ചോദിച്ചത് ആര്? ഉത്തരം: യോഹന്നാൻ സ്നാപകൻ. 7:19. ക്വസ്റ്റ്യൻ: 7 ഭൂതങ്ങൾ വിട്ടുപോയ സ്ത്രീയുടെ പേര്? ഉത്തരം: മഗ്ദലക്കാരത്തി മറിയ. 8:2. ക്വസ്റ്റ്യൻ: ദൈവവചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവർ തൻ്റെ ആരെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: തൻ്റെ അമ്മയും സഹോദരന്മാരും. 8:21. ക്വസ്റ്റ്യൻ: തൻ്റെ മകളെ സൗഖ്യമാക്കാൻ യേശുവിനോട് അപേക്ഷിച്ച പള്ളിപ്രമാണി ആര്? ഉത്തരം: യായിറോസ്. 8:41-42. ക്വസ്റ്റ്യൻ: കലപ്പയിൽ കൈവച്ച ശേഷം എന്തു ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ കൊള്ളാത്തവൻ എന്ന് യേശു പറഞ്ഞത്? ഉത്തരം: പുറകോട്ട് നോക്കുന്നവൻ. 9:62. ക്വസ്റ്റ്യൻ: ഒരു മനുഷ്യനെ വിട്ടുപോയ അശുദ്ധാത്മാവ് മടങ്ങി വരുമ്പോൾ തന്നിലും ദുഷ്ടതയേറിയ എത്ര പേരെയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്? ഉത്തരം: 7 ആത്മാക്കളെ. 11:26. ക്വസ്റ്റ്യൻ: ദോഷമുള്ള ഈ തലമുറ എന്ത് അന്വേഷിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അടയാളം. 11:29. ക്വസ്റ്റ്യൻ: ന്യായശാസ്ത്രിമാർ ആരുടെ കല്ലറ പണിയുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: പ്രവാചകന്മാരുടെ. 11:47. ക്വസ്റ്റ്യൻ: ലൂക്കോസിൽ കാണുന്ന മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു വൃക്ഷം ഏതാണ്? ഉത്തരം: അത്തിവൃക്ഷം. 13:6. ക്വസ്റ്റ്യൻ: ഒരു വ്യക്തിയുടെ പേർക്ക് എഴുതിയ ഏക സുവിശേഷം? ഉത്തരം: ലൂക്കോസ് എഴുതിയ സുവിശേഷം. ലൂക്കോസ് 1:1. താങ്ക്സ് ഫോർ വാച്ചിങ്.